മലബാറിലെ വിപ്ലവ നായകനും ഇന്ത്യൻ ഇസ്ലാഹി സ്വാതന്ത്ര്യ സമര നായകനുമായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് 1998 അദ്ദേഹം ജനിക്കുന്നത് കൊടുങ്ങല്ലൂർ. അദ്ദേഹത്തിൻ്റെ സഹപാഠിയാണ് സീതി സാഹിബ്. അങ്ങനെ അദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടി പോകുന്നുണ്ട് അലിഗഡിൽ പോകുമ്പോൾ അവിടെ വെച്ചാണ് അദ്ദേഹം മൗലാന മുഹമ്മദ് അലിയെ കാണുന്നു, പരിചയപ്പെടുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാവുന്നത് അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ചിന്തകൾ വരുന്നത്. 1920 ഗാന്ധിജിയെയും മൗലാന മുഹമ്മദ് അലിയും സന്ദർശിക്കേണ്ട അലിഗഡ്. അവിടെ നിന്ന് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ആഹ്വാനം നൽകുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ അണിനിരക്കണമെന്നാണ്. ആ ആഹ്വാനം സ്വീകരിച്ച് തൻ്റെ പട്ടമെല്ലാം അവസാനിപ്പിച്ച് നേരെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വണ്ടി കയറുന്നത് മലബാറിലേക്കാണ്. ആ മലബാറിൻ്റെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം 6 മാസക്കാലം ബ്രിട്ടീഷുകാർക്ക് മലബാറിൻ്റെ ഭാഗത്തേക്ക് അടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. വാര്യംകുന്നത്തിൻ്റെ പാസ്പോർട്ട് ഇല്ലാതെ ഒരാൾക്കും ഫറൂഖ് പാലം പോലും കടക്കാനും കഴിയാത്ത ഒരു സന്ദർഭം. കാരണം അത് ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർ കടക്കാത്തൊരു ഏരിയ ആയിട്ട് മലബാർ അന്നുണ്ടായിരുന്നു. അപ്പം അന്നത്തെ മലബാറിലെ മാപ്പിളന്മാരോട് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്, നമ്മൾ പോർച്ചുഗീസുകാർക്ക് എതിരെ പോരാടുമ്പോൾ ആയുധമായിരുന്നു, അത് മാത്രം പോരാ, നമ്മൾ ആത്മീയമായിട്ട് ഒരുപാട് മുന്നേറണം എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അവർ ഗൗനിക്കുകയാണ് ചെയ്തത്. അത്രമാത്രം അതിന് വില കൊടുത്തില്ല. അപ്പം അവർ മനസ്സിൽ കണ്ടതുപോലെ തന്നെ പിന്നെ സംഭവിക്കുന്നു. ബ്രിട്ടീഷുകാർ ഇതിനേറെ ശക്തിയോടുകൂടി നമുക്കെതിരെ വരും എന്നൊക്കെ പറയുമ്പോൾ അവരതൊന്നും കാര്യമായി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 1921 നമുക്കറിയാം മലബാർ സമരം. എന്നാൽ ഈ മലബാർ സമരത്തിലുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ, ഈ ബ്രിട്ടീഷുകാർ കടന്നു വരുന്നു, മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിലേക്ക് വന്ന് നമ്മുടെ സ്ത്രീകളെല്ലാം ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥ, ഒരുപാട് കുട്ടികൾ അനാഥരാകുന്നു, ഒരുപാട് ആളുകൾ ആന്തമാനിലേക്ക് നാട് കടത്തുന്നു. അപ്പോൾ 1921 ശരിക്ക് മലബാർ സമര ചില ആളുകൾ ഇപ്പോഴും ചരിത്രത്തിൽ 1921 മലബാർ കലാപമായി ചിത്രീകരിക്കുന്നു. അതെങ്ങനെ കലാപമാവും? നമ്മുടെ വല്യപ്പാർ, നമ്മുടെ ഉപ്പമാർ മുസ്ലിം സമൂഹത്തിന് വേണ്ടി, മാപ്പിളന്മാർക്ക് വേണ്ടി നടത്തിയ ഒരു സമരത്തെ മനഃപൂർവ്വം കലാപമാക്കുന്നു. അതൊരു കലാപമല്ല, അതൊരു ചെറുത്തുനിൽപ്പ്, അതൊരു സമരമാണ്, ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷമാണ് ചില സമുദായങ്ങളിൽ നിന്നടക്കം മുസ്ലിം സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ മാപ്പിളന്മാർക്കെതിരെ പല വർത്തമാനങ്ങൾ വരുന്നു. അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകളുടെ മനസ്സ് വേദനിക്കുന്നു. അവർ വണ്ടി കയറുന്നു. അതിനുശേഷമാണ് കോഴിക്കോട് അനാഥാലയം സ്ഥാപിക്കുന്നത്. മുസ്ലിം സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വലിയൊരു പകലായിരുന്നു, രാവുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. അങ്ങനെയാണ് ഏകദേശം 1930 സമയത്താണ് നമുക്ക് അറിയാം ഉപ്പു സത്യാഗ്രഹം ഗാന്ധിജിൻ്റെ നേതൃത്വത്തിൽ നടന്നല്ലോ. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടക്കുമ്പോൾ അവിടെ മുന്നിൽ നിന്ന് നയിക്കാൻ അന്ന് ഉണ്ടായിരുന്നത് അബ്ദുറഹ്മാൻ സാഹിബാണ്. അബ്ദുറഹ്മാൻ സാഹിബ് അന്ന് ASP ബെഞ്ചമിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പട പോലീസുകാർ വന്നിട്ട് തടുക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ നിയമപ്രകാരം അവർ വന്നിട്ട് തല്ലുണ്ട്. ലാത്തിയുമായി വന്ന് അബ്ദുറഹ്മാൻ സാഹിബിനെ തല്ലുന്നു. ഏകദേശം 1000-കണക്കിന് ആളുകളാണ് അന്ന് അവിടെ തടിച്ചുകൂടിയത്. പക്ഷെ അതിൽ നിന്ന് ആ നേതൃത്വത്തിൽ നിന്ന് ഏകദേശം അബ്ദുറഹ്മാൻ സാഹിബിനെ ലാത്തി കൊണ്ട് അടിക്കുമ്പോഴും ആ മണലിൽ നിന്ന് ഒരു തരി പോലും അദ്ദേഹത്തിൻ്റെ കാല് പിന്മാറുന്നില്ല, ഉറച്ചു നിൽക്കുകയാണ്. അടിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പൊതിരത്തല്ല് കിട്ടുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ പൊതിരത്തല്ലി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. അദ്ദേഹം ബോധരഹിതനായി വീഴുന്നത് വരെ അബ്ദുറഹ്മാൻ സാഹിബ് അന്ന് എണീറ്റിട്ടില്ല. എന്നിട്ട് അന്ന് ബ്രിട്ടീഷുകാരുടെ കിങ്കരന്മാർ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ സാഹിബിനെ വലിച്ചിഴച്ച് കൊണ്ടുപോവാണ്. മാത്രമല്ല അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നെഞ്ചത്തും മുഖത്തുമെല്ലാം അവർ ചവിട്ടുന്നുണ്ട്. ബോധം കെട്ട് വീഴുന്ന അബ്ദുറഹ്മാൻ സാഹിബിനെ ഇത്രയേറെ ഉപദ്രവിച്ചിട്ട് അബ്ദുറഹ്മാൻ സാഹിബ് വല്ലാത്ത ധീരതയാണ് അവിടെ പ്രകടിപ്പിച്ചത്. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അവസാന ചുണ്ടുകളിൽ നിന്ന് പുറത്തു വരുന്ന ധ്വനികൾ എന്ന് പറഞ്ഞാൽ ഇൻഖിലാബ് സിന്ദാബാണ്. രക്തം ചുണ്ടിൽ നിന്ന് ഒലിക്കുമ്പോഴും. അപ്പോൾ കോഴിക്കോട് കടപ്പുറം അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ രക്തം കൊണ്ട് കുതിരുന്ന സമയത്തും അദ്ദേഹത്തിന് നാവിൽ നിന്ന് വരുന്നത് ഇൻഖിലാബ് സിന്ദാബാണ്. അതിനുശേഷമാണ് ശരിക്കും ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കേരളത്തിൻ്റെ വലിയൊരു ഭാഗം യുവാക്കൾക്ക് തന്നെ അതൊരു വലിയൊരു ആവേശമായി മാറി. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ആ ധീരത അത് ഒരുപാട് ആളുകൾക്ക് മോട്ടീവായി. പിന്നീട് അതിനുശേഷം ഒരുപാട് ആളുകൾ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ യുവാക്കൾ മുൻനിരയിൽ വരാൻ തുടങ്ങി.
അതിന് അദ്ദേഹം ചെയ്തൊരു രീതി എന്നുള്ളത്, അന്നത്തെ നമുക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പോലും പറ്റൂല എന്നാണ്. അന്നത്തെ മലബാറിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. കാരണം ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വിരോധം, ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് ഫത്വ നൽകുന്ന കുറച്ച് ആളുകൾ. മറ്റൊന്ന്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭാഷയാണ്, ബ്രിട്ടീഷുകാരുള്ള കടുത്ത വിരോധം. ആ കടുത്ത വിരോധം കൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിന് വലിയൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് തോന്നുന്നതും. ഇസ്ലാഹി പ്രസ്ഥാനം അഥവാ ഈ മൊയ്ദ് മൗലവിയെ പോലെയുള്ള ആളുകളിൽ നിന്നും, വക്കമൂലിയെ പോലെയുള്ള ആളുകളുമായിട്ടുള്ള സൗഹൃദം അദ്ദേഹത്തിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് ഒരു താങ്ങും തണലും ആകുന്നു. മാത്രമല്ല, അബ്ദുറഹ്മാൻ സാഹിബ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് വരാൻ തന്നെ കാരണം അതിൻ്റെ തൗഹീദാണ്. കാരണം അന്നത്തെ മലബാറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീർണതകളാണ്, മുഴുവൻ അന്ധവിശ്വാസങ്ങളിൽ. അപ്പോൾ ശരിക്കും അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ ചെയ്തത് 1921 സംഭവിച്ചല്ലോ. മലബാർ സമരത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്, പ്രയാസം അനുഭവിക്കേണ്ടി വന്നത്? അതവർ മനസ്സിലാക്കിയത് വെറും ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, ആയുധങ്ങൾ കൊണ്ട് ജയിക്കലല്ല. അന്ന് മൊത്തം ജനാധിപത്യ, ലോകം മുഴുവൻ തന്നെ ജനാധിപത്യമായി മാറിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് മാറലും മാത്രമല്ല, ഒരു ഇസ്സത്തുള്ള മുസ്ലിം സമൂഹമാവണം. അതുകൊണ്ടാണ് പൊന്നാനിയുള്ള സൈനുദ്ദീൻ മഖ്ദൂമിയെ പോലെയുള്ള ആളുകളൊക്കെ തുഹ്ഫത്തുൽ മുജാഹിദീൻ, മാത്രമല്ല തഹ്രീർ എന്നുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് അന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ തഹ്രീറിലൂടെ പറയുന്നതെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അഥവാ പോർച്ചുഗീസുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഡച്ചുകാരുടെയൊക്കെ പീഡനം സഹിക്കവയ്യാതെ അസഹനീയമായ പീഡനം നൽകുന്ന സമയത്ത് അവർക്കെതിരെ മുസ്ലിം സമൂഹം പോരാടണം എന്ന് പറഞ്ഞ് പൊന്നാനിയിൽ നിന്നടക്കം കവിതകൾ വരുന്നു. മുസ്ലിം സമൂഹം അറബിയിലാവുന്ന കവിതകൾ രചിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പാഠം വൈജ്ഞാനികമായി അന്ധവിശ്വാസങ്ങളിൽ നിന്നും ജീർണതകളിൽ നിന്നും ഉയർന്നാൽ മാത്രമാണ് ഒരു സമൂഹത്തിന് ഉയർച്ചയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അത് പഠിപ്പിക്കുകയാണ് ശരിക്കും അബ്ദുറഹ്മാൻ സാഹിബ് ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ സാഹിബ് എന്തൊക്കെ കിട്ടിയ ഈ ചിന്തകൾ എന്നുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്നാണ്. അതിന് ഏറ്റവും വലിയ കൂട്ട് ഈ മൊയ്ദ് മൗലവിയെ പോലെയുള്ള ആളുകളാണ്. അപ്പം അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന നായകരിൽ മുന്നിൽ നിൽക്കുമ്പോൾ സമയത്താണ് അദ്ദേഹം ഐക്യസംഘമാണ് ആദ്യം അദ്ദേഹം കൂടുന്നത് വക്കമൗലവിയുമായി, ഈ മൊയ്ദ് മൗലവിയുമായി. അതിനുശേഷമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇനി വെറും ആയുധങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് ആയുധത്തിനേക്കാൾ മൂർച്ചമായിരുന്നു അദ്ദേഹത്തിൻ്റെ അല്ലമീൻ പത്രം. 1924 അല്ലമീൻ അദ്ദേഹം കൊണ്ടുവരുന്നത്. അദ്ദേഹം ആ പത്രം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് വെറും ഒരു ദിനപത്രമല്ല. അപ്പോൾ അല്ലമീനിലൂടെ അബ്ദുറഹ്മാൻ സാഹിബ് എഴുതുന്ന ഓരോ എഴുത്തുകളും ബ്രിട്ടീഷുകാരുടെ നെഞ്ചത്തുരുകുന്ന ഈയമായിരുന്നു. അല്ലെങ്കിൽ അത് അവരുടെ ബ്രിട്ടീഷുകാരുടെ കഴുത്തിൽ കൊള്ളുന്ന വാളായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ആ അല്ലമീൻ എന്ന പത്രം. അല്ലമീൻ എന്ന പത്രത്തിൽ ഒന്നുണ്ടാവുക ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം, അവരുടെ ചതികളെ കുറിച്ചിട്ടായിരിക്കും. രണ്ടുണ്ടാവുക മുസ്ലിം സമൂഹം ജീർണതകളിൽ നിന്ന് അവർ തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് വരണം, അന്ധകാരത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണം. ഇതൊക്കെ ആയിരുന്നു അന്നത്തെ പത്രത്തിൽ ഉണ്ടാവുക. അപ്പം അങ്ങനെ ഈ പത്രം എന്നുള്ളത് ഈ വാളിനേക്കാൾ അല്ലെങ്കിൽ ഒരു തോക്കിനേക്കാൾ ഭയമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേനയെ, അല്ലമീൻ പത്രത്തെ. അതുകൊണ്ട് തന്നെ അവരത് പലപ്പോഴും നിരോധിക്കുന്നു, പ്രസ് അടച്ചുപൂട്ടുന്നു. അതിൻ്റെ പേരിൽ അബ്ദുറഹ്മാൻ സാഹിബിനെ ജയിലിലടക്കുന്നു. ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയമുണ്ട്. അബ്ദുറഹ്മാൻ സാഹിബ് ജയിലിൽ നിന്ന് നേരെ ഇറങ്ങി ജയിലിൽ പിടിച്ചു കൊണ്ടുപോകുന്ന തന്നെ പത്രത്തിൻ്റെ പേരിലാണ്. ഈ പത്രത്തിൻ്റെ വിഷയത്തിൻ്റെ പേരിലാണ് ജയിലിലടക്കുന്നത്. അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, നേരെ വീണ്ടും അടുത്ത ദിവസം പത്രത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, ആ പത്രം എഴുതുന്നു. അങ്ങനെയാണ് അദ്ദേഹം ലോകമഹായുദ്ധം ഉണ്ടായ സമയത്ത് 1939 കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വീണ്ടും ജയിലിലടക്കുന്നുണ്ട്. ആ ജയിലിലടക്കലാണ് ഏകദേശം 5 വർഷം. ആ 5 വർഷത്തെ ജയിൽ വാസന എന്ന് പറയുമ്പോൾ അതിപീഡനമായിരുന്നു. അതിനുശേഷം അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ ആ വാസം, ആ ജയിലിലുള്ള കാലഘട്ടത്തിന് ശേഷമാണ് അബ്ദുറഹ്മാൻ സാഹിബ് വല്ലാതെ തളർന്നു പോയത്. അങ്ങനെ അബ്ദുറഹ്മാൻ സാഹിബ് 1945 അത് വലിയൊരു പ്രസംഗം നടത്തുന്നുണ്ട്. മുക്കത്ത് വലിയൊരു പ്രസംഗം നടത്താണ്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പ്രസംഗമാണ്. ഒരുപാട് ആളുകൾ അത് കേൾക്കാനുണ്ട്. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അവസാനത്തെ വരികൾ, ഈ വരികളെ കുറിച്ചിട്ട് അക്കിത്തം എന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കാൻ അക്കിത്തം വിവരിക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുസ്ലിമായ മാഷ് തൻ്റെ കക്ഷത്ത് ഒരു പത്രവുമായി ക്ലാസ്സിലേക്ക് വന്നതും, എന്നിട്ട് അന്ന് ആ പ്രസംഗത്തെ കുറിച്ചിട്ട് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന വീരൻ 1945 അദ്ദേഹം വിട പറഞ്ഞ
വാക്കുകളൊക്കെ ഇടറിയ ശബ്ദം കൊണ്ട് പറഞ്ഞതൊക്കെ അക്കിത്തം അതൊരു കവിതയാക്കുന്നുണ്ട്. പിന്നീട് മരിക്കാത്ത മനുഷ്യൻ എന്ന ഹെഡിങ്ങോട് കൂടിയിട്ട് കവിതയായി സമൂഹത്തിന് മുന്നിലേക്ക് അക്കിത്തം നൽകുന്നുണ്ട്. അതിലൂടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നത് മനുഷ്യരോട് സംസാരിക്കണം. നിങ്ങൾ പലരും പലതും പറയും, പലതും നിങ്ങൾക്ക് കേൾക്കാം, പക്ഷേ നിങ്ങൾ അതിനൊന്നും കാതുകൾ കോർക്കേണ്ടതില്ല. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ വാക്കുകളാണ്. അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്നത് അവസാനം ഇങ്ങനെ പല വിദ്വേഷ പ്രശ്നങ്ങളും വർഗീയമായ പല പ്രശ്നങ്ങളും വർഗീയമായ പല ചിന്തകളും നിങ്ങളരികിലേക്ക് ഇട്ട് തരാൻ പല ആളുകൾ ശ്രമിക്കും. ഇങ്ങനെ എന്തെല്ലാം ഉണ്ടായാലും നിങ്ങൾ ഖുർആനിൻ്റെയും സുന്നത്തും മുറുകെ പിടിച്ച് നടക്കുക, നിങ്ങൾ തൗഹീദിനെ മുറുകെ പിടിച്ച് നടക്കുക, വർഗീയമായ വാദങ്ങൾക്ക് പിന്നാലെ പോകാതെ മനുഷ്യനെ നിങ്ങൾ സ്നേഹിക്കുക, അതിരുകളില്ലാതെ സ്നേഹിക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന പ്രസംഗം. ഏകദേശം അത് അദ്ദേഹത്തിൻ്റെ അവസാന പ്രസംഗം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ മാത്രമായിരുന്നില്ല. ഇന്ത്യൻ ഇസ്ലാഹി ചരിത്രത്തിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും വീരപുരുഷൻ്റെ അവസാന വാക്കുകളായിരുന്നു അത് എന്നുള്ളത് ചരിത്രം പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അബ്ദുറഹ്മാൻ സാഹിബിനെ വെട്ടിക്കൊണ്ടോ അബ്ദുറഹ്മാൻ സാഹിബിനെ ബഹിഷ്കരിച്ചുകൊണ്ടോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു താളുകളുടെ ചരിത്രവും പൂർത്തീകരിക്കാൻ സാധ്യമല്ലെന്ന